പ്രോജക്റ്റ് 3 ഭാഗങ്ങളായിട്ടാണ് നടത്തുന്നത്. അതിൽ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ പ്ലാൻ ചെയ്തിരുന്നത് 800 മീറ്ററാണ്, 800 മീറ്റർ ബർത്താണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് 400 മീറ്റർ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും, അതായത് 3 ഘട്ടവും കഴിയുമ്പോഴേക്കും 2000 മീറ്ററാവും ബർത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് 3 ഘട്ടവും കഴിയുമ്പോഴേക്കും 8400 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. അദാനി ഗ്രൂപ്പും സെൻട്രൽ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ചേർന്നാണ് ഈ ഫണ്ടെല്ലാം വഹിക്കുന്നത്. ഇതിൽ നമ്മുടെ കേരള ഗവൺമെൻറ് 61.5%, അദാനി ഗ്രൂപ്പ് 28.9%, സെൻട്രൽ ഗവൺമെൻറ് 9.6% വഹിക്കുന്നത്. ഇതിൽ അദാനി ഗ്രൂപ്പിൻ്റെ ലാഭം എന്താണ്? അതായത് ഈ കരാറ് പ്രകാരം 40 വർഷത്തേക്ക് ഈ പോർട്ടിൽ നിന്നുള്ള ആദായം കിട്ടുന്ന ലാഭം അദാനി ഗ്രൂപ്പിനുള്ളതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുകയാണ്, അതായത് 2ാം ഘട്ടവും നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അതായത് 60 വർഷമാവും കരാർ പ്രകാരം അദാനി ഗ്രൂപ്പിന് ഇവിടെ നിന്ന് ലാഭം എടുക്കാൻ പറ്റുന്ന സമയം. ഇതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ലാഭം എന്താണ്? അതായത് പോർട്ട് വർക്കിംഗ് ആയി തുടങ്ങി 15ാം വർഷം മുതൽ ഓരോ ശതമാനം വീതം, ലാഭത്തിൻ്റെ ഓരോ ശതമാനം വീതം കേരള ഗവൺമെൻറ്റിന് കിട്ടും. അതായത് ഓരോ വർഷം കൂടുന്തോറും ഓരോ ശതമാനം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആദ്യത്തെ വർഷം 1% ആണെങ്കിൽ 2ാം വർഷം 2%, 3ാം വർഷം 3%. 60 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലാഭം മുഴുവനും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് വരുന്നതാണ്.